So, hi dears, welcome back to the Atomic Literature. So, in this episode, we are going to discuss a very famous concept named the reality principle, which was developed by Sigmund Freud. And this is a concept which is very similar to the pleasure principle that we have discussed in the earlier videos. And this reality principle is very simple, like it is a concept which is developed by Freud and is different from the Freud's better known pleasure principle. Pleasure principle ആണ് കുറച്ചുകൂടെ ഫ്രൂഡിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഒരു കോൺസെപ്റ്റ് ഒരു തിയറി. അപ്പോൾ അതിൽ നിന്നും ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. കാരണം ഇതിൽ ബേസിക്കലി നമ്മുടെ പ്ലഷർ പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണ്, ആളുകളുടെ ഒരു ടെൻഡൻസിയാണ് ടു അവോയ്ഡ് പെയിൻ ആൻഡ് ടു സീക്ക് ഹാപ്പിനെസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് പ്ലഷർ പ്രിൻസിപ്പിളിൻ്റെ ഒരു മെയിൻ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ, അത് ബേസിക്കലി ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു മൈൻഡിൻ്റെ ഒരു എബിലിറ്റിയാണ് ടു അവോയ്ഡ് ദിസ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഈ പറയുന്ന പോലെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന സന്തോഷവും ഗ്രാറ്റിഫിക്കേഷനും എല്ലാം അവോയ്ഡ് ചെയ്യുന്ന ഒരു മൈൻഡ് ഉണ്ട്. അത് നമ്മൾ വളരെ മെച്യൂർ ആയി കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു മൈൻഡ് കിട്ടത്തുള്ളൂ. വൺസ് അവർ ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ ഹാവ് ഡെവലപ്ഡ്, വി വിൽ റിയലൈസ് ദാറ്റ് ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് it's not necessary to gratify you, or it's not necessary to get instant gratification in favor of a long-term satisfaction. നമുക്കറിയാം ചില കാര്യങ്ങൾ നമുക്ക് ചില സമയത്ത് ഒരു വിഷമമായിരിക്കും, പക്ഷേ നമുക്ക് ഒരുപാട് ഗുണം, നാളെ ഒരു കാലത്ത് നമുക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം ആ ഒരു റിയാലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഈ ഒരു റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ആൻഡ് ആഫ്റ്റർ ഡിസ്കസിങ് ഐ വിൽ ഗീവ് യു സം എക്സാമ്പിൾസ് സോ ദാറ്റ് യു ക്യാൻ understand it more clearly. And both these ideas of reality principle and of pleasure principle have to do with the theoretical sections of the mind. അതൊക്കെയാണ് പേഴ്സണാലിറ്റി, അതൊക്കെയാണ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. അപ്പോൾ ഇതിനെ റിവോൾവ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു പ്ലഷർ പ്രിൻസിപ്പളും റിയാലിറ്റി പ്രിൻസിപ്പളും ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഇറ്റ് ഇസ് മോർ അക്യുറേറ്റ് ടു സേ ദാറ്റ് ദ റിയാലിറ്റി പ്രിൻസിപ്പൾ ഇസ് എ പ്രൊഡക്ഷൻ ഓഫ് ഈഗോ, while the pleasure principle emanates from the id and may rule the ego if a person has not become mature and realistic. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ പ്ലഷർ പ്രിൻസിപ്പിളായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളത് ഈസ് ഈറ്റ്. കാരണം ഈഡിൻ്റെ ആ ഒരു പീരീഡിലാണ് നമുക്ക് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ വൺസ് അവർ ഈഗോ ഇസ് പ്രോപ്പർലി ഡെവലപ്ഡ്, ലൈക്ക് വൺസ് എ മാൻ ഓർ എ വുമൻ ഹാവ് ബിക്കം മെച്യൂർഡ് ആൻഡ് റിയലിസ്റ്റിക്, they will avoid this instant gratification, or they will avoid this instant happiness in favor of this long-term satisfaction or long-term happiness and all. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് ഒരു ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് അല്ല. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ വരുന്നത് നമുക്കൊരു ഈഗോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയത്താണ്. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ്. ഓക്കെ, നൗ ഐ വിൽ ഗിവ് യു സം എക്സാമ്പിൾ സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തി ഡയറ്റിങ്ങിലാണ്, ലൈക്ക് ഹി ഓർ ഷീ ഈസ് ഡയറ്റിങ്. പലപ്പോഴും എന്താണ്, ചിലവരൊക്കെ എന്ത് ചെയ്യും, നല്ല വിശപ്പ്, ഡയറ്റ് ചെയ്യുന്ന എന്തെങ്കിലും നമുക്കൊരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇത് നമ്മുടെ വണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ വയറ് കുറയ്ക്കുക, അങ്ങനത്തെ ആഗ്രഹമൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വി നോ ദാറ്റ്, കാരണം അങ്ങനെ വണ്ണം വെക്കുന്ന എല്ലാവരും ഫുഡ് കഴിക്കുന്നതെന്നല്ല, പക്ഷെ സ്റ്റിൽ മെജോറിറ്റി ഓഫ് ദം ലവ് ടു ഹാവ് ഫുഡ്, ലവ് ടു ഈറ്റ് ഫുഡ്. അപ്പം ദേ ആർ ഗിവിങ് അപ്പ് ഓൾ ദാറ്റ് സോർട്ട് ഓഫ് ഹാപ്പിനെസ്. അവരത് മാറ്റി വെച്ചിട്ടാണ് അവർ ഈ ഒരു ഡയറ്റിംഗ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്കൊരു ക്രേവിങ്സ് ഉണ്ടായാൽ അവർ ആ ക്രേവിങ്സിന് വേണ്ടി ആ സമയത്ത് ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ള രീതിയിൽ ആ ക്രേവിങ്സ് മാറ്റാൻ അവർ ഫുഡ് കഴിക്കുന്നതാണോ, അല്ലെങ്കിൽ അവരത് ഗിവ് അപ്പ് ചെയ്യുക, നോ, എത്ര ക്രേവിങ്സ് ഉണ്ടായാലും ഞാൻ ഫുഡ് കഴിക്കില്ല, ബിക്കോസ് എനിക്കത് ദാറ്റ് വിൽ ഹെൽപ്പ് മീ ടുമോറോ. കാരണം എനിക്ക് ഞാൻ നേടാൻ ആഗ്രഹിക്കുന്ന സന്തോഷം, അല്ലെങ്കിൽ ഞാൻ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം ഐ വിൽ ഗെറ്റ് ഇറ്റ് ടുമോറോ, സോ ഐ ഹാവ് ടു അവോയ്ഡ് സീക്കിംഗ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് പ്ലഷർ എന്നുള്ള രീതിയിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് ദിസ് റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദാറ്റ് യു ആർ റിയലൈസിങ് ദ ഫാക്ട്, യു ആർ റിയലൈസിങ് സം ഫാക്ട്സ് ദാറ്റ്സ് എക്സിസ്റ്റിംഗ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, അനദർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ലൈക്ക് കുറച്ച് പൈസ ഉള്ള ഒരാൾ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നു. സോ ആ സമയത്ത് അയാൾക്ക് ഒരുപാട് ടെംപ്റ്റേഷൻ കാണും ആ കുറച്ച് പൈസ വെച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ. പക്ഷേ ഹീ ഈസ് ലൈക്ക് എന്താണ്, ഈ ഒരു ടെംപ്റ്റേഷൻ എല്ലാം മാറ്റിയെടുത്ത് പുള്ളിയെ ഒന്നും വാങ്ങാതിരിക്കുക. ഹി ഈസ് കെയർഫുൾ ഓഫ് ദി മണി. സോ ആ സമയത്ത് ദാറ്റ് ഈസ് എ റിവാർഡ് ഫോർ ഹിം. കാരണം അദ്ദേഹം അപ്പം ആ ഒരു സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും വാങ്ങിയിട്ട് ദാറ്റ് വോണ്ട് ബ്രിങ് എനി സോർട്ട് ഓഫ് ഹാപ്പിനെസ്. ശരി, ആ ഒരു മൊമെൻ്ററി ഹാപ്പിനെസ് കിട്ടും. പക്ഷേ ടുമോറോ ഈ കുറച്ച് പൈസ അദ്ദേഹത്തിന് ഒരു ആവശ്യം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കയ്യിലെടുക്കാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ
വളരെ അൺനെസസറി ആയിട്ട് ഒരു കാര്യം വാങ്ങാണ്ട് ആ പൈസ സൂക്ഷിച്ചു വെക്കുമ്പോൾ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ഹിം ടുമോറോ. ഒരു ഷോർട്ട് ടേം ഹാപ്പിനെസ് അല്ലാണ്ട് ഒരു ലോങ് ടേം കൈൻഡ് ഓഫ് എന്താണ് പറയുന്നത് സെക്യൂരിറ്റി അല്ലെ ഒരു ലോങ് ടേം ഹാപ്പിനെസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് നമ്മൾ എപ്പോഴും മെച്യൂർ ആയി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. ലൈക്ക് വൺസ് അവർ ഈഗോ ഇസ് ഡെവലപ്ഡ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്? ഇറ്റ്സ് ദ എബിലിറ്റി ടു ജഡ്ജ് ദ സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷൻ ജഡ്ജ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ലോങ്ങർ ടേം ഗോൾസ് ആണോ അതോ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ട് ഡിമാൻഡ് ആണോ നമുക്ക് വലുതെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഡിഫറൻസിനാണ് നമ്മൾ ഈ പറയുന്ന ഒരു റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു, റൈറ്റ്? ആൻഡ് ഇൻ ദ Freudian psychology and psychoanalysis, the reality principle is the ability of the mind to assess the reality of the external world and act upon it accordingly, as opposed to the action according to the pleasure principle. അതായത് എന്താണ്, നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിൻ്റെ റിയാലിറ്റി എന്തെന്നുള്ള സത്യാവസ്ഥ എന്തെന്നുള്ള മനസ്സിലാക്കി അതിനനുസരിച്ച് ആക്ട് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ്, അതായത് പ്ലഷർ പ്രിൻസിപ്പളിന് വേണ്ടി ആക്ട് ചെയ്യാണ്ട് റിയാലിറ്റി എന്തെന്ന് മനസ്സിലാക്കി ആക്ട് ചെയ്യാനുള്ള കഴിവുള്ള ഒരു മൈൻഡിൻ്റെ ഒരു എബിലിറ്റിയാണ് നമ്മൾ ഈ ഒരു റിയാലിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, and it is the governing principle of the actions taken by the ego after its slow development from the pleasure ego into a reality ego. ഒരു പ്ലഷർ ഈഗോയിൽ നിന്നും ഒരു റിയാലിറ്റി ഈഗോയിലെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്താണ് നമുക്ക് ഒരു റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്തെന്നൊക്കെയുള്ള മനസ്സിലാവാൻ സാധിക്കുന്നത് എന്നാണ് ഫ്രൂയിഡ് പറയുന്നത്. ദിസ് ഇസ് വെരി സിമ്പിൾ. ലൈക്ക് while in pleasure principle, like people are seeking instant gratification by avoiding pain, but here reality principle, like people have the ability, they are matured minds, so that they know that instant gratification doesn't have to do anything with them. It is only a like an initial demand, but what you have to seek is for long-term satisfaction and long-term happiness. So this is all about this particular concept, the reality concept, and the concept pleasure principle that I have discussed in the earlier video. So if you have any doubts regarding this, you can send an email in the description box. So see you in the next episode. Until then, bye all.